സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും, കൊച്ചനുജന്മാർക്കും അനുജത്തിമാർക്കുമെല്ലാം നിറഞ്ഞ ഹൃദയത്തോടു കൂടി പ്രണാമം. ഭാരതീയ ചിന്താധാരകളിൽ പൈതൃകത്തിൻ്റെ നന്മയിലേക്ക് എന്നൊരു വിഷയമാണ്. കുറേ മുതിർന്നവരെൻ്റെ മുമ്പിലുണ്ട്, കുറേ ചെറിയ കുട്ടികളുമുണ്ട്. ഞാനൊരു ക്ലാസ് എടുക്കുന്ന മാതിരി കുറേശ്ശെയായിട്ട് നിങ്ങളെ പഠിപ്പിക്കാം. സാധാരണ പ്രഭാഷണങ്ങളിലൊക്കെ പോകുമ്പോൾ നിന്നുകൊണ്ടാണ് ഞാൻ പ്രഭാഷണം നടത്തിയിരുന്നത്. ഇപ്പം ഇരുന്നു കൊണ്ടാണ് പ്രഭാഷണം നടത്താറുള്ളത്. അതിന് കാരണം കഴിഞ്ഞ 10-15 വർഷമായിട്ട് നിരന്തരം നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ കാല് കുറേശ്ശെ വേദനിക്കും. ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ കാല് വേദനിക്കുന്ന പോലെ നിങ്ങൾ നിൽക്കുമ്പോഴും എൻ്റെ കാല് വേദനിക്കും. അതുകൊണ്ട് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. പിന്നെ നല്ല ആലിൻ്റെ മരത്തിൻ്റെ ചുവട്, കാറ്റുണ്ട്, കുറച്ച് ചൂടുണ്ടെങ്കിലും ഇപ്പം നമ്മൾ ഒരു പ്രസംഗം കേട്ട് തിരിച്ചു പോകുന്നതിന് പകരം തിരിച്ചു പോകുന്നതിന് പകരം പദാനുപദമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനൊന്ന് ശ്രമിക്കാം. യഥാർത്ഥത്തിൽ ഹിന്ദു ധർമ്മം, സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു മതമല്ല. മതമല്ല എന്ന് പറയാൻ കാരണം എന്താ? മറ്റു മതങ്ങളെല്ലാം ഒരു വ്യക്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബുദ്ധമതം ശ്രീബുദ്ധൻ ഉണ്ടാക്കി, ക്രിസ്തുമതം യേശു ക്രിസ്തുവിൻ്റെ സമർപ്പണമാണ്, ഇസ്ലാം മതം പ്രവാചകനായ മുഹമ്മദ് നബി. ഒരു വ്യക്തി അവർ ഒരു മതമുണ്ടാക്കിയാൽ അതിനാണ് യഥാർത്ഥത്തിൽ മതം എന്ന് പറയുക. സനാതനധർമ്മം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് മഹർഷിമാര് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് വിഷയങ്ങളിൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതി നമുക്ക് തന്നിരിക്കുകയാണ്. ഈ ഒരു വരി ഞാൻ ഇപ്പം പറഞ്ഞത് എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. ചെറിയൊരു വരിയാണ് ഞാൻ പറഞ്ഞതെങ്കിലും ആയിരക്കണക്കിന് ആചാര്യന്മാരാണ് നമുക്കുള്ളത്, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളാണ് നമുക്കുള്ളത്, അതിലായിരക്കണക്കിന് വിഷയങ്ങളാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. മാത്രമല്ല, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ ഗ്രന്ഥങ്ങളിൽ പുതിയത് എഴുതി ചേർത്തുകൊണ്ടേയിരിക്കുകയാണ്. ബൈബിൾ എന്ന് പറയുന്നത് ഒരൊറ്റ ഗ്രന്ഥമാണ്. അതിനകത്തേക്ക് പിന്നീട് ഒന്നും ചേർത്തിട്ടുമില്ല, അതിനകത്ത് നിന്നൊന്നും മാറ്റാൻ അനുവദിച്ചിട്ടുമില്ല. പക്ഷെ ഭാരതത്തിൻ്റെ പൈതൃകം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ആചാര്യന്മാർക്ക് അറിയാമായിരുന്നു. ഒരു പുസ്തകത്തിൽ എഴുതി കൊടുക്കാനുള്ള വിഷയങ്ങളല്ല ഇവിടെ ഉള്ളത്. ഒരു മനുഷ്യന് പല തരത്തിലുള്ള വിഷയങ്ങളിൽ താല്പര്യം ഉണ്ടാവും. അത് ഒരു പുസ്തകത്തിൽ എഴുതിയാൽ ആ പുസ്തകം മതിയാവില്ല. മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകം എല്ലാ കാലഘട്ടത്തിലേക്കും ഒരേപോലെ യോജിച്ചു എന്ന് വരില്ല.
അപ്പോൾ ആ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളും വേണം, പുതിയത് എഴുതി ചേർക്കുകയും വേണം. മാത്രമല്ല, ഒരാൾ എഴുതിയാൽ പോരാ, ഒരു വ്യക്തിയുടെ തലയിൽ മനുഷ്യരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും ലഭിച്ചു എന്ന് വരില്ല. അപ്പൊ പലരും എഴുതണം, പല കാലഘട്ടത്തിൽ എഴുതണം, പല വിഷയങ്ങളിൽ എഴുതണം, പല ഗ്രന്ഥങ്ങളിൽ എഴുതി നമുക്ക് സമർപ്പിച്ചിരിക്കുന്നതാണ് നമ്മുടെ പൈതൃകം എന്ന് പറയുന്നത്. അപ്പം പൈതൃക നന്മയിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആയിരക്കണക്കിന് ഋഷീശ്വരന്മാര് ആയിരക്കണക്കിന് പുസ്തകങ്ങളിൽ, ആയിരക്കണക്കിന് വിഷയങ്ങളിൽ കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതിയിട്ടുള്ളതിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായ അറിവുകൾ നമ്മൾ എടുക്കണം. വളരെ പഴയത് അതേപോലെയൊന്നും ജീവിതത്തിൽ പകർത്തേണ്ട കാര്യമില്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ചില അമ്പലങ്ങളിൽ 1001 നാളികേരം കൊണ്ട് ഗണപതി ഹോമം എന്ന് പറയാറുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട്, എന്തിനീ 1001 നാളികേരം തീയിലിട്ട് കത്തിച്ച് കളയണം? ഗണപതി പറഞ്ഞിട്ടുണ്ടോ 1001 നാളികേരം എനിക്ക് വേണമെന്ന്? പറഞ്ഞിട്ടില്ല. അപ്പോൾ 2, 3, 4 നാളികേരം കൊണ്ട് ഗണപതി ഹോമം ചെയ്യാം. ബാക്കി 996 നാളികേരം ഗണപതിക്ക് നിവേദിച്ച് പ്രസാദമായിട്ട് എല്ലാവർക്കും കൊടുക്കാം. അപ്പോൾ നന്നായി. അതേപോലെ ഒരു മഹാവിഷ്ണുവും പറഞ്ഞിട്ടില്ല എനിക്ക് 16 ആനപ്പുറത്ത് ഉത്സവം നടത്തണം. ആ കറുത്ത തൊലിയുള്ള ആനയെ ഈ വെയിലത്ത് ഇങ്ങനെ നിർത്തിയിട്ട് അതിനെന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? നമ്മളൊരു 10 മിനിറ്റ് മേത്ത് കരിയോയിൽ തേച്ച് അവിടെ പോയിട്ടൊന്ന് കിടന്ന് നോക്കാം, എന്തൊരു ചൂടാ നമുക്ക് ഉണ്ടാവുക. അപ്പൊ യഥാർത്ഥത്തിൽ ഈ 2 ഉദാഹരണം ഞാൻ പറഞ്ഞത്, നമ്മൾ ഏത് പൈതൃകത്തിൻ്റെ നന്മകൾ എടുത്താലും ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുകൂടി അറിയണം. ഇപ്പൊ പൈതൃകത്തിൻ്റെ നന്മയിലേക്ക് പോകുന്ന നമ്മൾ അതെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് എങ്ങനെ അറിയാം? അതറിയാനൊരു വഴിയുണ്ട്. ഞാൻ ഏതെങ്കിലും പൈതൃകത്തിൻ്റെ നന്മ സ്വീകരിക്കുമ്പോൾ എൻ്റെ മനസ്സിന് സന്തോഷം വരുന്നുണ്ടോ എന്ന് ആദ്യമായിട്ട് നോക്കണം. എൻ്റെ മനസ്സിന് സന്തോഷം തരുന്ന പൈതൃക സന്ദേശങ്ങളാണ്. പിന്നെ എൻ്റെ ശരീരത്തിന് നന്മ തരുന്നത്, ഇപ്പം മൈൻഡ്, ബോഡി, ശരീരത്തിന് നന്മ തരുന്ന പൈതൃക സന്ദേശങ്ങളാണ്. മൂന്നാമത്തേത്, നമ്മുടെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, ഭാര്യ, ഭർത്താവ്, ഇവർ തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാൻ നമ്മുടെ പൂർവികര് എന്തെല്ലാം നന്മ നൽകിയിട്ടുണ്ട്, അത് പൈതൃകത്തിൻ്റെ നന്മയാണ്. അപ്പോൾ നമ്മുടെ പൂർവികർ നൽകിയിരിക്കുന്ന സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശങ്ങൾ അത് നല്ലതാണോ എന്നറിയാൻ ആദ്യം നോക്കേണ്ടത് ആ സന്ദേശം എൻ്റെ ജീവിതത്തിൽ പകർത്തുമ്പോൾ എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. രണ്ടാമത്തെ പോയിന്റ് ഏതാണ്? എൻ്റെ ശരീരത്തിന് ആരോഗ്യം കിട്ടാൻ ആ സന്ദേശങ്ങൾ പ്രയോജനപ്പെടുമോ എന്ന് നോക്കണം. മൂന്നാമത്തേത് എന്താണ്? ഫാമിലി റിലേഷൻ. വീട്ടിനകത്ത് ഈ കാലഘട്ടത്തിൽ ധാരാളം അശാന്തിയുണ്ട്. വീട്ടിലെപ്പോഴും വഴക്കാണ്, സ്വസ്ഥതയില്ല എന്നെല്ലാം ധാരാളം പേര് പറയാറുണ്ട്. പക്ഷെ എൻ്റെ വീട്ടിൽ ഈ പൈതൃക സന്ദേശങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ വീട്ടിലുള്ളവർക്കെല്ലാം സന്തോഷം. അച്ഛനും അമ്മയും മക്കളും, ഭാര്യ ഭർത്താക്കന്മാർ, ഇവരുടെ എല്ലാവരുടെ ജ്യേഷ്ഠാനുജന്മാർ, ഇവരെല്ലാം തമ്മിലുള്ള ബന്ധം നല്ല ദൃഢമാവുന്നുണ്ട്.
പണ്ടത്തെ മാതിരിയൊന്നും അല്ല. നമ്മുടെ വീട്ടിൽ ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ, ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോകുമ്പോൾ, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ച് ജന്മദിനം ആഘോഷിക്കുമ്പോൾ, ഒരുമിച്ച് അമ്പലത്തിലെ ഉത്സവം കാണാൻ പോകുമ്പോൾ, ഇവിടെയൊക്കെ പോകുമ്പോൾ വീട്ടിനകത്തുള്ളവരെല്ലാവരും ചേർന്നാ പോകുന്നത്. അതുകൊണ്ട് വീട്ടിലെ ബന്ധം ദൃഢമാണ് എങ്കിൽ ആ പൈതൃക നന്മ കൊണ്ട് പ്രയോജനമുണ്ട്. അപ്പം ഒന്നാമത്തേത് മൈൻഡ്, രണ്ടാമത്തേത് ബോഡി, മൂന്നാമത്തേത് ഫാമിലി, നാലാമത്തേത് സൊസൈറ്റി, സമൂഹത്തിൽ. എന്താ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ മുമ്പിൽ ഇത്രയും പേര് വന്നിരിക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, ധാരാളം വിശേഷങ്ങളൊക്കെ ഉള്ള, കല്യാണമൊക്കെ ഉള്ള ദിവസമാണ്. ഞാൻ അപ്പുറത്തെ വീട്ടിലിരിക്കുമ്പോൾ 2-3 പേര് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ നാളെ കല്യാണമുണ്ട്, കല്യാണത്തിൻ്റെ ഇപ്പോഴത്തെ ദിവസം ഭയങ്കര തിരക്കാണ്. എല്ലാം കോഴിക്കോടൊക്കെ അടുത്ത ദിവസം കല്യാണമാണെങ്കിൽ ഈ ദിവസം പൂര വെള്ളോടിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് ആ ദിവസവും വെള്ളോടിയുണ്ട്, മുമ്പിലത്തെ ദിവസം മാത്രമല്ല. അപ്പോൾ അതൊക്കെ വളരെ ആചാരപ്രകാരം അനുഷ്ഠിച്ചു വരികയാണ്, 15 ബോട്ടിലും 20 ബോട്ടിലും ഒക്കെ. യഥാർത്ഥത്തിൽ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോകണ്ടേ, ഈ പ്രഭാഷണത്തിന് വരാൻ ശരിയാവില്ല. 2 മണിക്ക് പ്രഭാഷണം വെച്ചാൽ ആർക്കും വരാൻ പറ്റില്ല. 5 മണിക്കാണ് പറ്റിയ സമയം, ചിലർക്ക് 1 മണിക്കാണ് പറ്റിയ സമയം, ചിലർക്ക് രാവിലെ 8 മണിക്കാണ്. ഏതായാലും തിരുവനന്തപുരത്ത് നിന്ന് 450 കിലോമീറ്റർ ദൂരത്തിലേക്ക് വരുമ്പോൾ ഉള്ള സമയങ്ങളെല്ലാം ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പം സമൂഹത്തിലെ ബന്ധം, നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരുന്നു, ഒന്ന് ചിന്തിച്ച് നോക്കാം. ഇന്ന് ഈ പ്രഭാഷണം ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾ പരസ്പരം കാണോ, എന്തെങ്കിലും ചർച്ച ചെയ്യോ, അല്ലെങ്കിൽ ഒരുമിച്ചൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഒരുമിച്ചിരുന്ന് സന്തോഷിച്ച് വീട്ടിൽ നിന്ന് ഒരുമിച്ച് വന്നു, വീട്ടിലേക്ക് ഒരുമിച്ച് പോയി, ഒരുമിച്ച് ഇവിടെ ഇരുന്നു. അന്നദാനം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് ഇരിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. സമൂഹ ബന്ധം ദൃഢമാക്കാൻ നമ്മുടെ പൈതൃകം ഉപയോഗിക്കാം. ഭാഗവത സപ്താഹം നടത്തുമ്പോൾ അത് കേൾക്കാൻ ഒരുമിച്ച് വരുന്നവരുണ്ട്. ഉത്സവത്തിന് നമ്മുടെ അമ്പലങ്ങളിലെ ഉത്സവമൊക്കെ നടത്തുമ്പോൾ ദൂരസ്ഥലത്ത് നിന്ന് പോലും ആ പ്രദേശത്തുള്ളവർ ലീവ് എടുത്ത് വന്ന് ഒരുമിച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് ചേരും. അതിനെന്താ പറയുക? സാമൂഹിക ബന്ധം ദൃഢമാക്കാൻ സഹായിക്കും. നാലാമത്തേത് രാഷ്ട്രത്തിൻ്റെ ഐക്യം. നമ്മുടെ സൊസൈറ്റിയുടെ സമൂഹത്തിൻ്റെ നന്മ പരമമായി ലക്ഷ്യമിടുന്നത് നാടിൻ്റെ ഐക്യത്തിനാണ്. അപ്പോൾ ജാതി, മതം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനൊക്കെ അതീതമായിട്ട് നമ്മുടെ നാടിൻ്റെ പൈതൃകം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്, എൻ്റെ ഭാരതം, എൻ്റെ രാഷ്ട്രം, എൻ്റെ രാഷ്ട്രത്തിൻ്റെ സ്വത്തായിട്ടുള്ള രാമായണം, എൻ്റെ രാഷ്ട്രത്തിൻ്റെ മഹാഭാരതം, എൻ്റെ രാഷ്ട്രത്തിൻ്റെ സ്വത്തായിട്ടുള്ള വേദങ്ങൾ, ഇങ്ങനെയുള്ള ധാരാളം ചിന്തകൾ നമ്മളിൽ വരും. അപ്പോൾ ഭാരതം എന്ന രാഷ്ട്രത്തെക്കുറിച്ച് നമുക്ക് ബഹുമാനം ഉണ്ടാവും. ഇത്രയും ഞാൻ പറഞ്ഞ വാക്കുകൾ എല്ലാ കുട്ടികളും മുതിർന്നവരും ഓർത്തിരിക്കണം. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാർ, ആയിരക്കണക്കിന് വിഷയങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതി നമുക്ക് തന്നിരിക്കുന്നതാണ് നമ്മുടെ പൈതൃകം. അത് ജീവിതത്തിൽ പകർത്തുന്നത് കൊണ്ട് എന്താണ് നന്മയുണ്ടാവുക? മനസ്സിന് സ്വസ്ഥത ഉണ്ടാവണം, ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണം, കുടുംബത്തിൻ്റെ ബന്ധം ദൃഢമാവണം, സമൂഹത്തിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കണം. ഇങ്ങനെ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് പൈതൃകം. ഞാൻ കഴിഞ്ഞ വർഷം ജൂലൈ മാസം 9-ാം തീയതി അമേരിക്കയിലെ നാസയിൽ പോയിരുന്നു. നാസ എന്ന് നിങ്ങൾ കേട്ടാണ്, റോക്കറ്റ് വിക്ഷേപിക്കുന്ന സ്ഥലമാണ്. അമേരിക്കയിൽ ഹ്യൂസ്റ്റണിൽ നിന്ന് 35 മൈല് ദൂരത്തുള്ള നാസയിൽ ഞാൻ പോയപ്പോൾ കണ്ടത്, അവിടെയുള്ള കമ്പ്യൂട്ടറുകളിൽ ശാസ്ത്രജ്ഞന്മാർ വേദമന്ത്രം ഇട്ടിരിക്കുന്നത്. അവർ ഈ വേദമന്ത്രം കേട്ടുകൊണ്ടാണ് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നത്.
എനിക്ക് വളരെ സന്തോഷം തോന്നി. ഭാരതത്തിൻ്റെ സമ്പത്തായ വേദമന്ത്രം അമേരിക്കയിൽ റോക്കറ്റ് വിക്ഷേപിക്കുന്ന സ്ഥാപനത്തിലെ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്നു. ഭയങ്കര അഭിമാനം തോന്നി എനിക്ക്. അതേപോലെ തന്നെ ജൂലൈ മാസം 9 നാസയിൽ പോയി, ജൂലൈ മാസം 4 ന്യൂയോർക്കിൽ പോയിരുന്നു ഞാൻ. ന്യൂയോർക്കിൽ പോയപ്പോൾ എന്താ കാണാൻ സാധിച്ചത്? അവിടെ 600 ബെഡുള്ള ഒരു ആശുപത്രിയുണ്ട്. വലിയ ആശുപത്രിയാണ്. ജോർജ് മാർട്ടിൻ എന്നാണ് ആ ഡോക്ടറുടെ പേര് തന്നെ. അയാളുടെ സ്വന്തം ആശുപത്രിയാണ്. കൂടി പ്രഭുവാണ് അയാൾ. അയാൾ എന്നെ വന്ന് പരിചയപ്പെട്ടു. കാരണം ഞാൻ കുറേ വേദമന്ത്രമൊക്കെ ചൊല്ലിയപ്പോൾ അയാൾക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് അയാൾ പറഞ്ഞു ആശുപത്രിയിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയപ്പോൾ കേട്ടത് എന്താ, എല്ലാ മുറിയിലും വേദമന്ത്രങ്ങൾ വെച്ചിട്ടുണ്ട്. രാവിലെ 6 മണി തൊട്ട് രാത്രി 8:30-9 മണി വരെ ആ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും വേദമന്ത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളോടും പറയാൻ ആഗ്രഹിക്കുക, നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ഒരു 1.5 മണിക്കൂർ അമ്പലത്തിൽ വേദം വയ്ക്കുക. സിനിമാ പാട്ടും ഭക്തിഗാനവും ഒന്നും വെക്കണ്ട. അവിടെ വേദമുണ്ട്, ആ CD-കളായിട്ടുണ്ട്. എന്നിട്ട് ഈ അമ്പലത്തിലെ പ്രസാദമായിട്ട് അമ്പലത്തിൻ്റെ ഇപ്പോൾ നല്ല റിനോവേഷനൊക്കെ നടക്കുക, പുനരുദ്ധാരണം നടക്കുമ്പോൾ അമ്പലത്തിന് സംഭാവന തരുന്നവർക്കൊക്കെ ഓരോ വേദം പ്രസാദമായിട്ട് കൊടുക്കാം. CD അത് കമ്പ്യൂട്ടറിലിട്ട് കേൾക്കാം. അപ്പോൾ അവിടെ നാസായിൽ വേദം കേൾക്കുന്നു, ന്യൂയോർക്കിൽ ആശുപത്രിയിൽ വേദം കേൾക്കുന്നു. ജൂലൈ മാസം 12 അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ അന്ന് ബുഷായി, കഴിഞ്ഞതിന് മുമ്പിലത്തെ പ്രാവശ്യം ബുഷായി, ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. ആ ജൂലൈ 12 അമേരിക്കയിലെ പാർലമെന്റ് തുടങ്ങുന്ന സമയത്ത് 1 മണിക്കൂർ വേദം വായിച്ചതിന് ശേഷമാണ് പാർലമെന്റ് സമ്മേളനം തുടങ്ങിയത്. ഈ 3 ഉദാഹരണം നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തന്നതാണ്. അമേരിക്ക എന്ന രാജ്യത്തിൽ, ഇത്രയും വികസിച്ചിരിക്കുന്ന ഒരു രാജ്യത്തിൽ വലിയ പരീക്ഷണം നടത്തുന്ന ലാബറട്ടറികളിലും വേദം, ആശുപത്രികളിലും വേദം, ഭരണസിരാകേന്ദ്രമായ പാർലമെന്റിനകത്തും വേദം എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ പൈതൃകം അവരെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. ശരിക്ക് ഭാരതം എന്ന രാജ്യം ലോകത്തിൻ്റെ മുഴുവനും വിളക്ക് ആയി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് പ്രകാശം തരുന്ന ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മളുടെ മനസ്സിന് നന്മ തരുന്ന കുറേ പൈതൃക മൂല്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ ഇല്ലേ? മനസ്സിൽ കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞത്? ബോഡി. മൈൻഡ് കഴിഞ്ഞിട്ട് ബോഡി. പിന്നെന്താ പറഞ്ഞത്? ഫാമിലി. വെരി ഗുഡ്. പിന്നെ സൊസൈറ്റി. എക്സലന്റ്. പിന്നെ രാഷ്ട്രം, നേഷൻ. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ RASTRAM ആണോ? RASTRAM. നിങ്ങൾ എന്താ പറഞ്ഞത്? മൈൻഡ് പറഞ്ഞു, ബോഡി പറഞ്ഞു, സൊസൈറ്റി പറഞ്ഞു. അതൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞു. രാഷ്ട്രമായപ്പോൾ മലയാളമായി. കുഴപ്പമില്ല അല്ലേ? നേഷൻ. 5 കാര്യങ്ങൾ. ഇനി നമുക്കൊന്ന് നോക്കാം, മനസ്സിന് നന്മ തരുന്നത് എന്താണ് എന്ന് നോക്കാം. ഇന്നു മുതൽക്ക് നിങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അമ്മ മക്കളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച്, മകളെ നീ നന്നായി വരും കേട്ടോ, മകനെ നീ നന്നായി വരും കേട്ടോ എന്നൊന്ന് അനുഗ്രഹിച്ചു എന്ന് വിചാരിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അമ്മയുടെ അനുഗ്രഹമാണ്. അതിൻ്റെ അടുത്ത് വരുന്നു അച്ഛൻ്റെ അനുഗ്രഹം, മറ്റൊരർത്ഥത്തിൽ മാതാപിതാക്കളുടെ അനുഗ്രഹം. അതിലാദ്യം മാതാവാണ്. അപ്പം മാതാപിതാക്കൾ ഇങ്ങനെ തലയ്ക്ക് കൈവച്ച് നീ നന്നായി വരുന്നു പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിനകത്തൊരു അസാധാരണ മാറ്റം ഉണ്ടാക്കുക. തലച്ചോറിനകത്ത് 24 തരത്തിലുള്ള ഹോർമോണുകൾ ഉണ്ടാക്കുക. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ തന്നെ നന്നായിട്ട് പ്രവർത്തിക്കുന്നൊരവസ്ഥ. ശരിക്കും മനസ്സ് ഉയരങ്ങളിലേക്ക് പോവാനാണ് മാതാപിതാക്കളുടെ അനുഗ്രഹം
അനുഗ്രഹം, വലിയവരുടെ അഭിനന്ദനങ്ങൾ, അധ്യാപികമാരുടെ മാർഗനിർദ്ദേശങ്ങൾ, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വളരെ പ്രസിദ്ധമായിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ എന്തു പറഞ്ഞിരുന്നത്? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ. അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ? അപ്പോൾ മാതൃദേവോ ഭവ എന്ന് പറഞ്ഞിട്ടാണ് പിതൃദേവോ ഭവ പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ സ്ഥാനം അമ്മയ്ക്കാണ്. അമ്മയുടെ അനുഗ്രഹം നമ്മളെ വളരെ വളരെ വലിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് ചെന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ടേ സ്കൂളിലേക്ക് എല്ലാ ദിവസവും പോകാവൂ. പരീക്ഷയുള്ള ദിവസം അച്ഛനെയും അമ്മയെയും നമസ്കരിച്ച് അവരുടെ വലത്തെ കയ്യ് നിങ്ങളുടെ തലയിൽ വെച്ച് മക്കളെ നന്നായി വരും എന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പോകാവൂ. ലോകത്തിലെ പ്രസിദ്ധനായ മനഃശാസ്ത്രജ്ഞൻ എറിക് ബേൺ പറഞ്ഞിരിക്കുന്നത് ഈ ബ്ലസ്സിങ്ങിൻ്റെ അത്രയും വലിയ ഒരു മരുന്നില്ല എന്നാണ്. അങ്ങനെ ഇന്ത്യക്കാരനല്ല. എറിക് ബേൺ എന്ന് പറഞ്ഞാൽ ജർമ്മൻകാരനാണ്. ജർമ്മൻകാരനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ അത്രയും വലിയൊരു മരുന്നില്ല എന്നാണ്. അത് മനസ്സിന് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് ഉത്സാഹം. അതേപോലെ നമ്മൾ കുറേ കഥകൾ കേൾക്കണം. മനസ്സിനെ ഉയരങ്ങളിലേക്ക് വലിയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ നല്ല കഥകൾ അമ്മമാരോട് പറഞ്ഞു തരാൻ പറയണം. ഇതേമാതിരിയുള്ള കുട്ടികളൊക്കെ എൻ്റെ പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒന്നും മനസ്സിലാവില്ല. അതേ സമയത്ത് അമ്മമാര് കഥ പറഞ്ഞു കൊടുത്താൽ അവർക്കെല്ലാം മനസ്സിലാവും. അപ്പോൾ ആ കഥ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സ് വികസിക്കാൻ വളരെ നല്ലതാണ്. മൂന്നാമത്തെ എന്താ? അമ്മയും അച്ഛനും വലിയ വലിയ ബന്ധുക്കളുമെല്ലാം മക്കൾക്ക് ജീവിതാനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം. നല്ല ജീവിതാനുഭവങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്കും അതേപോലെ ആവണമെന്ന് തോന്നും. APJ അബ്ദുൽ കലാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരൊക്കെ കേട്ടിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. അദ്ദേഹം പാകിസ്ഥാൻകാരനാണ് അല്ലേ? എവിടത്തുകാരനാണ്? APJ അബ്ദുൽ കലാം എവിടത്തുകാരനാണ്? പാകിസ്ഥാൻകാരനാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരനായിട്ടുള്ള ഇന്ത്യൻ പ്രസിഡൻ്റായിട്ടുള്ള അബ്ദുൽ കലാം 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ കുട്ടി ഇങ്ങനെ മുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു സന്ധ്യയായപ്പോൾ. അപ്പോൾ ലക്ഷ്മണാചാർ എന്നൊരു അധ്യാപകൻ വന്ന് പറഞ്ഞു, മോൻ എന്താ മുകളിലേക്ക് നോക്കുന്നേ? ഞാൻ നക്ഷത്രങ്ങളൊക്കെ നോക്കുകയാണെന്നാണ് അന്ന് അബ്ദുൽ കലാം 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ അധ്യാപകൻ പറഞ്ഞു, എൻ്റെ മോൻ ആ നക്ഷത്രങ്ങളോളം ഉയരത്തിലേക്ക് പോകാൻ സാധിക്കണം, വളരണം എന്ന് പറഞ്ഞു. ആ ഒരു വലിയ അനുഗ്രഹമാണ് അബ്ദുൽ കലാം. അബ്ദുൽ കലാമിനെ കുറിച്ച് നിങ്ങൾക്കറിയോ? മുക്കുവന്മാരുടെ കുടുംബത്തിൽ ജനിച്ച ആളാണ്. 13 കുട്ടികളുള്ള വീട്ടിൽ ജനിച്ച ആളാണ്. രാമേശ്വരത്തിലെ മുക്കുവന്മാരുടെ കുടിലിൽ അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം എത്ര വലിയൊരു മനുഷ്യനായി! അനുഗ്രഹവും ജീവിതാനുഭവങ്ങളും കേട്ടു പഠിച്ച് വളരാൻ സഹായിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അമ്മമാര് അതേപോലെ ബന്ധുക്കള് കുട്ടികൾക്ക് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കണം, ജീവിതാനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം. പുരാണത്തിൽ ഇഷ്ടംമാതിരി കഥകളുണ്ട്. എത്ര കഥകളാണ് പുരാണത്തിലുള്ളത്. ദൈവാനുഗ്രഹം കൊണ്ട് അമ്മമാർക്ക് അത് അറിഞ്ഞൂടാ. ഈശ്വരാനുഗ്രഹം കൊണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ പഠിക്കാനുള്ള അവസരമുണ്ട് ഇപ്പോൾ. അപ്പം അത് പഠിച്ച് പതുക്കെ പറഞ്ഞു കൊടുക്കണം. ഈ സാമ്പാറിൻ്റെ കടുക് വറുക്കുന്ന മാതിരി പറഞ്ഞു കൊടുക്കരുത്. വളരെ പതുക്കെ നിർത്തിയിട്ട് ചിരിച്ചുകൊണ്ട്, ചീഞ്ഞ തണ്ണീർമത്തൻ മാതിരി മുഖം വെച്ച് പറഞ്ഞു കൊടുക്കാനും പാടില്ല. അപ്പം നല്ലോണം ചിരിച്ച് ആ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പറഞ്ഞു കൊടുത്താൽ അവരതെല്ലാം 3ാമത്തെ വയസ്സ് മുതൽക്ക് പറഞ്ഞു